എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മളിവിടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പരിശോധിക്കുവാൻ വേണ്ടി 2 സെറ്റ് നമ്പറുകളാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ നമ്പറുകൾ ഉപയോഗിച്ചുള്ള ഈ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ അത് ഇതേ രീതിയിലുള്ള മറ്റ് തൊടുകുറിയേക്കാൾ കൂടുതൽ കൃത്യതയുള്ളതാണ്. പറയാൻ കാരണം ഇതിനു മുൻപ് നമ്മളിവിടെ ഈ തൊടുകുറി വീഡിയോകൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫലം കൃത്യമായി വന്നിരിക്കുന്നത് അത് ഈ നമ്പറുകൾ ഉപയോഗിച്ച് തൊടുകുറി റീഡിംഗ് നമ്മളെടുത്തപ്പോഴാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇതിന് വളരെ ഫലവത്തായ ന്യൂമറോളജി മൈൻഡ് റീഡിംഗ് വിദ്യകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നമ്പറുകൾ ഉപയോഗിച്ചുള്ള തൊടുകുറി ന്യൂമറോളജികൾ ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ രീതിയിലുള്ള തൊടുകുറി വീഡിയോകൾ നമ്മൾ മാസത്തിൽ 1-2 മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലവും വളരെ കൃത്യവുമായിരിക്കും. ശരി. അപ്പോൾ ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 സെറ്റ് നമ്പേഴ്സുകളാണ്. അതിൽ ആദ്യത്തെ ഒരു സെറ്റ് നമ്പേഴ്സ് 232, രണ്ടാമത്തെ സെറ്റ് നമ്പറുകളായിട്ട് വരുന്നത് 323. ഇതിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ആകർഷിക്കുന്ന ആ ഒരു സെറ്റ് നമ്പേഴ്സ് ഏതാണോ അതാണ് നിങ്ങൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേകം ഓർക്കുക, ഇതിൽ നിന്നും അലക്ഷ്യമായി ഒരു സെറ്റ് നമ്പേഴ്സ് നിങ്ങൾ അങ്ങോട്ട് തിരഞ്ഞെടുത്താൽ പോരാ. നിങ്ങൾ ആദ്യം തന്നെ ഈ 2 സെറ്റ് നമ്പേഴ്സുകളിലേക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സെറ്റ് നമ്പേഴ്സും തമ്മിൽ എന്തോ ഒരു സാമ്യത ഉള്ളതായി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ആ ഗണിതപ്രകാരമുള്ള ന്യൂമറോളജി ഫലങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്ന ഏത് സെറ്റ് നമ്പറാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിങ്ങൾ മനസ്സുറപ്പിക്കുക. അതിനെ തുടർന്ന് നിങ്ങളുടെ എന്താവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്, ആ ആവശ്യം വരും ദിവസങ്ങളിൽ എനിക്ക് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രത്യേക ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഇഷ്ടദൈവം അത് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, ആ ദൈവത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ദൈവിക വചനമോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു ദൈവിക വചനം അല്ലെങ്കിൽ ആ ഒരു ദൈവിക നാമം അത് നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, അത് കാണുന്ന നിങ്ങളുടേതുപോലുള്ള ആ ചോയ്സുള്ള മറ്റാളുകൾക്കും അതിൻ്റെ ആ ഒരു സന്തോഷവും സമാധാനവും അതിൽ നിന്ന് ലഭിക്കും. അങ്ങനെ ഈ പറഞ്ഞതുപോലെയുള്ള പരസ്പര കൊടുക്കൽ വാങ്ങലുകളിലൂടെ നിങ്ങളറിയാതെ തന്നെ ആ നിങ്ങളുടെ ദൈവികത അത് നിങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ വന്നു ചേരാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഏറ്റവും ആദ്യം ഒന്നാമത്തെ സെറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള 232 എന്ന നമ്പറുകൾ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ, അതായത് ഈ ന്യൂമറോളജി പ്രകാരം നിങ്ങൾ ഈ നമ്പർ തിരഞ്ഞെടുത്തതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പറയാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെ ഇത്രയും സഹനശക്തിയുള്ള മറ്റാളുകളില്ല എന്ന് തന്നെ ഉറപ്പായും പറയേണ്ടി വരും. അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ഇത്രയധികം കഷ്ടനഷ്ടങ്ങളും ത്യാഗവും സഹിച്ച അല്ലെങ്കിൽ അത് സഹിക്കാൻ ശേഷിയുള്ള മറ്റാളുകൾ വളരെ വിരളമായിരിക്കും. അതായത് നിങ്ങളുമായി അവരെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അത് വളരെ ചെറുതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയാനുള്ളത്, എത്ര വലിയ വീഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് അത് അപാരം തന്നെയാണെന്ന് അംഗീകരിച്ചു തരേണ്ടി വരും. പറയാൻ കാരണം ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരാണ് നിങ്ങളുടെ സ്ഥാനത്ത് ഇതുപോലെ ഈ പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ സമയം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സഹനശക്തി തന്നെയാണ് ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങളുടെ ആ ഒരു ആയുധം എന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയുധം വെച്ച് തന്നെയായിരിക്കും ഇനിയുള്ള കാലം നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം പോരാടി നിങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തൊടുകുറി ന്യൂമറോളജിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ കാണുന്ന മറ്റൊരു വീക്ക്നെസ് ആയിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നുള്ള വിപരീത പ്രവർത്തികൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല. ഇതിപ്പോൾ ഇവിടെ എടുത്തു പറയാൻ കാരണം ഇങ്ങനെയുള്ള ചില സങ്കടപ്പെടുത്തുന്ന പ്രവർത്തികൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്നും ഈ അടുത്തായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് മനോവിഷമങ്ങളും ഉണ്ടായിട്ടുമുണ്ട്.
എന്നാൽ ഇതേ സമയം തന്നെ നിങ്ങൾക്കൂടെ എടുത്തു പറയാനുള്ള മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ വരുന്ന 5 ദിവസത്തിനുള്ളിൽ ചില പോസിറ്റീവായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആദ്യം പറഞ്ഞത് മറക്കണ്ട, നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രതിസന്ധികളോട് പടവെട്ടി നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഓരോ 5 ദിവസം കൂടുന്തോറും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഓരോരോ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ ആ പ്രപഞ്ചശക്തി തരുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് ആ ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഇനി മുതൽ നിങ്ങളതറിയും. അതെന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇപ്പോൾ ഈ തൊടുകുറിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ഇനി മുതൽ നിങ്ങൾക്കത് തീർച്ചയായും ശ്രദ്ധിക്കാൻ സാധിക്കും. എന്താണ് ഇതിൽ ഇത്ര ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന 10 ദിവസത്തിനുള്ളിൽ എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾ മനസ്സിൽ തീവ്രമായി ഈ സമയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവമായിട്ടുള്ള പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലെ 5 ദിവസത്തിൽ ഒരിക്കൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ അത് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തന്നിരിക്കും. ഉദാഹരണമായി, നിങ്ങൾക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം. എന്നാൽ നിരവധി പ്രാവശ്യം നിങ്ങൾ ഇതിനു വേണ്ടി ഈ ചിട്ടി നറുക്കെടുപ്പുകളിൽ പങ്കെടുത്തു, അത് കിട്ടിയില്ല. ലോട്ടറി ടിക്കറ്റുകൾ എടുത്തു നോക്കി, അതിൽ നിന്നും ഒരു സമ്മാനം ലഭിച്ചില്ല. മറ്റൊരാളോട് കുറച്ച് ദിവസത്തേക്ക് വായ്പയായിട്ട് കുറച്ച് പണം ചോദിച്ചു നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാധീനം കൊണ്ട് പെട്ടെന്നൊരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകും. അതായത് ഒരു ലോട്ടറി എടുക്കണം, മാത്രവുമല്ല ആ ലോട്ടറിയുടെ അവസാനത്തെ നമ്പർ ഏതായിരിക്കണം എന്നുകൂടി നിങ്ങൾക്ക് ആ സമയത്ത് ഒരു വെളിപാടുണ്ടാകും. അതായത് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ആ നമ്പർ ഉപയോഗിച്ച്, ആ തോന്നലുണ്ടായ ആ നമ്പർ ഉപയോഗിച്ച് നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ആ സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു തുക നിങ്ങൾ മറ്റൊരാളോട് കടം ചോദിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിച്ച് കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയാണ് ഈ പറഞ്ഞ 5 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ വരുന്ന 10 ദിവസത്തിനുള്ളിൽ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഓരോ 5 ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു ഭാഗ്യം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുതരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ തീവ്രമായി ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്ക് നടത്തി തരാൻ ദൈവത്തിൻ്റെ പ്ലാൻ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധയോടുകൂടി നിങ്ങളിരിക്കണം. അങ്ങനെയായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ 5 ദിവസം കൂടുന്തോറും നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രവർത്തിച്ചിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭഗവതി ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലികൾ, അതായത് രക്തപുഷ്പാഞ്ജലി ആകാം അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ആകാം. ഇതിൽ രണ്ടിലേത് ചെയ്താലും ഉത്തമമായിരിക്കും. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ നേരിട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതിയാകും. അത് എഴുതിയെടുത്ത് ആത്മാർത്ഥമായി പൂജയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും. മാത്രവുമല്ല, ഇപ്പോൾ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പേര്, ജനന തീയതി, ജനന മാസം, വർഷം എന്നിവ കൃത്യമായി തരികയാണെങ്കിൽ അത് നോക്കി അതിലെന്താണ് പോരായ്മ എന്ന് കണ്ടറിഞ്ഞ ശേഷം സ്പെഷ്യൽ പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും കാണാനും സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ആദ്യത്തെ സെറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള 232 എന്ന നമ്പറുകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ സെറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള 323, അതായത് 323 എന്ന സെറ്റ് നമ്പറുകൾ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഒന്നാമതായി ഇവിടെ എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് 2 മേഖലകളിലാണ്, അതായത് 2 കാര്യങ്ങളിലാണ്. അതിലൊന്ന് ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മറ്റൊന്ന് ശാരീരികവും മാനസികവുമായി ബന്ധപ്പെട്ട ആ ഒരു അസ്വസ്ഥതകളും. അപ്പോൾ ഈ പറഞ്ഞ ഈ 2 മേഖലകളാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ മേഖലകളായിട്ട് ഇവിടെ തൊടുകുറി ന്യൂമറോളജിയിൽ കാണുന്നത്. മാത്രവുമല്ല, നിങ്ങളിൽ ചില ആളുകളുടെ കാര്യം നോക്കിയാൽ, അതായത് ഇത് എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കും എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും ഭൂരിഭാഗം ആളുകളുടെയും കാര്യം നോക്കിയാൽ ഈ മറ്റൊരാളുടെ കഷ്ടകാല സമയത്ത് നിങ്ങൾ അവരെ നിങ്ങളുടെ ആ മനസാക്ഷി വെച്ച് ഈ പറഞ്ഞതുപോലെ പണം നൽകി സഹായിച്ചു,
അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ അവരെ നിങ്ങൾ ശാരീരികമായും മാനസികമായിട്ടും ഹെൽപ്പ് ചെയ്തു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ അല്പം ദുരിതം അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, അന്ന് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആര് തന്നെ ആണെങ്കിലും ശരി, അവർ ആരും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഇപ്പോൾ തരുന്നില്ല എന്നതാണ് ഈ തൊടുകുറി ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട അവസ്ഥയും നിങ്ങൾക്ക് സംജാതമായിട്ടുണ്ട്. അതിപ്പോൾ ഏതൊക്കെ രീതിയിലാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല, എന്നാൽ പലതും നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മറ്റാരോ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചെയ്ത അബദ്ധങ്ങൾക്ക് അല്ലെങ്കിൽ കളവുകൾക്ക് നിങ്ങൾ ഉത്തരവാദിയാകേണ്ടി വന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ദുരവസ്ഥ കണ്ട് നിങ്ങൾ മറ്റൊരാളിൽ നിന്നും കുറച്ച് പണം കടം മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉറ്റ സുഹൃത്തിനെ സഹായിച്ചു. എന്നാൽ ഇപ്പോൾ ആ സുഹൃത്ത് നിങ്ങളുടെ തലവട്ടം കണ്ടാൽ വഴിമാറിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത ഫലങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തൊടുകുറി ന്യൂമറോളജി ഫലപ്രകാരം നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, യാത്രകളിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതായത് യാത്രാവേളകളിൽ നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില സുഹൃത്തുക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെടാനിടയാകും. അത് പിന്നീട് സൗഹൃദമായിട്ട് വളർന്ന് ഒരിക്കലും വിട്ടുപിരിയാനാകാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധമായി അങ്ങോട്ട് വളരാനും സാധ്യത കാണുന്നുണ്ട്. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പ്രാരാബ്ധങ്ങൾ ആ സുഹൃത്ത് അങ്ങോട്ട് ഏറ്റെടുക്കും. അതായത് ആ സുഹൃത്ത് അത് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ ആ സമയത്ത് സംജാതമാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കഷ്ടതകൾ ഉള്ളതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ സമയം ആ സുഹൃത്ത് മുഖേന നിങ്ങൾക്ക് സാധിച്ചെടുക്കാനും കഴിയും. ഇതിനെല്ലാം നിങ്ങൾക്ക് കാരണമായി തീരുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 5 ദിവസം മുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള യാത്രകളാണ്. അതായത് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. അങ്ങനെ പ്രത്യേകം പരിധികളൊന്നും ഇതിന് പറയാനും സാധിക്കില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതൊരു തീർത്ഥാടനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ഷേത്ര ദർശനം നടത്താൻ പോകുന്നതായിരിക്കാം. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഏതെങ്കിലുമൊക്കെ ചടങ്ങുകൾക്ക് അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നതുമായിരിക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ, അതായത് ആദ്യം നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ, ഓരോ 5 ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ 5, 10, 15 ഇങ്ങനെ നിങ്ങളുടെ ജീവിതാവസ്ഥ എന്താണോ അതിനുതകുന്ന രീതിയിൽ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ആ ഒരേ ഒരു കാര്യം, ഈ പറഞ്ഞതുപോലുള്ള യാത്രകൾ നിങ്ങൾ പോകുമ്പോൾ പുതിയ ചില സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പരിചയപ്പെടുന്നുണ്ടോ, അഥവാ നിങ്ങളുടെ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ അത് കേൾക്കാൻ അവർ ഉത്സാഹം കാണിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് നിശ്ചയമായും ഉറപ്പിക്കാം, അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രയോജനം ഉണ്ടായിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞതുപോലെ, നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭഗവതി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ഒരു പക്ഷേ നിങ്ങൾ വിദേശത്താണെങ്കിൽ അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനത്തിന് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ചേർത്ത് താഴെ കമൻറ്റ് ബോക്സിൽ മെസ്സേജായിട്ട് തന്നാലും മതിയാകും. അങ്ങനെ കിട്ടിയാൽ നിത്യപൂജയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ സ്പെഷ്യൽ പൂജയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയുമുള്ള നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സെറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള 323 എന്ന നമ്പറുകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.